വാഗ്ദാന പെരുമഴിയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ എല്ലാം മറക്കും. പീരുമേട് ബോണാമി തേയിലത്തോട്ടം തൊഴിലാളികൾക്കും പറയാനുള്ളത് ഇത്തരം മോഹനസുന്ദര വാഗ്ദാനങ്ങളുടെ കഥയാണ്. 12 വർഷമായി പൂട്ടിക്കിടക്കുന്ന ബോണാമി എസ്റ്റേറ്റ് തുറക്കുമെന്ന വോട്ട് തേടി വരുന്ന സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടപ്പാവില്ലെന്ന് അനുഭവങ്ങളിലൂടെ ഇവർക്ക് ഉറപ്പുണ്ട്. പീരുമേട് ബോണാമി തേയിലത്തോട്ടത്തിൽ സ്ഥിരം തൊഴിലാളികളും താൽക്കാലിക തൊഴിലാളികളും ഉൾപ്പെടെ 1000-ഓളം പേർ ജോലി ചെയ്തിരുന്ന തോട്ടമാണ്. ബോണാമി MMJ പ്ലാന്റേഷൻ ഏറ്റെടുത്ത തോട്ടം 2002-ൽ ആരംഭിച്ചു. പിന്നീട് 2007-ൽ തുറന്നു. എന്നാൽ പ്രതിസന്ധികളുടെ പേര് പറഞ്ഞ് 2014-ൽ വീണ്ടും പൂട്ടി. ഇതോടെ തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിലായി. ശമ്പളവും ബോണസും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങി. തോട്ടത്തിൽ കാട് കയറി. തോട്ടമുടമകൾ PF അടയ്ക്കാവുന്നതോടെ വിരമിക്കലിന്റെ ഒരു ആനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നുമില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് 3 മുന്നണികളും വോട്ട് തേടിയെത്തി. പതിവ് വാഗ്ദാനങ്ങൾ നൽകി. തങ്ങൾ വിജയിച്ച തോട്ടം തുറക്കും എന്ന് ഇവർ പറഞ്ഞു. എന്നാൽ ഒന്നും സംഭവിക്കില്ല എന്ന് തൊഴിലാളികൾക്കറിയാം. ആൾക്കാരെല്ലാം ചിലവരൊക്കെ വീട്ടിൽ പൈസ കെട്ടാതെ മക്കളെ കെട്ടിക്കാതെയും 1 സെന്റ് സ്ഥലം മേടിച്ച് ഭൂമി മേടിച്ച് വീട് വയ്ക്കാനും പറ്റാതെ ഈ ലൈൻസിൽ ഇടിഞ്ഞ ലൈഫിലും അവിടെ ഇവിടെയൊക്കെ താമസിക്കുന്നത്. ഇപ്പോൾ ഒരു തുറന്ന് ഇനി എവിടെ തുറക്കാനാ എഷയുടെയൊക്കെ വനവായിപ്പോയി, മരവും കാര്യമൊക്കെ ആയിപ്പോയി. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഉള്ളതല്ലെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. ഇപ്പോൾ ഈ തൊഴിലാളികളും ഇത് തിരിച്ചറിയുന്നു. എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ചൂടൻ ചർച്ചകൾക്കുള്ള വിഷയം മാത്രമാണ് പീരുമേട് തേയിലത്തോട്ട പ്രതിസന്ധി. ഇടുക്കി വിഷൻ ന്യൂസ്, പീരുമേട്.